അപ്പോൾ എല്ലാവർക്കും ബ്രീഡ് ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതുവരെ നടന്ന ട്രാൻസ്ഫർ സൈനിങ്സും ഇനി വരാൻ പോകുന്ന മേജർ സൈനിങ്സും, അതുകൂടാതെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയതും ട്രാൻസ്ഫർ വിൻഡോ നമുക്ക് അടക്കി ഭരിച്ച ടീം ഏതാണെന്നാണ് പെട്ടെന്നൊരു നമുക്ക് നോക്കിയിട്ട് വരാം. ഞാൻ ആകെ 5 ടീമിൻ്റെ മാത്രമേ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ടോട്ടൻഹാമിനെ ഒഴിവാക്കിയിട്ട് മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, ലിവർപൂൾ, ആർസണൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഈ ഒരു 5 ടീമിൻ്റെ മാത്രമേ ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് സമയം കളയാതെ വേഗം തന്നെ ആദ്യം നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് നോക്കാം. കാരണം മാഞ്ചസ്റ്റർ സിറ്റി ഏകദേശം ട്രാൻസ്ഫറൊക്കെ കഴിഞ്ഞു തീർന്നു, ഇനി അങ്ങനെ അധികം ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം അപ്പം അങ്ങനെയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നമുക്ക് ആദ്യം വന്നത് റേഞ്ചേഴ്സാണ്. AC മിലാനിൽ 46 മില്യൺ പൗണ്ടിന് സൈൻ ചെയ്ത മധ്യനിര പ്ലെയറാണ്. നല്ല കാലിബർ ഇല്ല, നല്ല ഹൈറ്റ് ഇല്ല പ്ലെയറാണ്. എനിക്ക് ഒന്ന് ഏകദേശം റോഡ്രിയുടെ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മെയിൻ 11 കളിക്കാൻ സാധ്യതയുള്ള പ്ലെയറാണ്. അതുകൂടാതെ റയാൻ ചെർക്കി വന്നിട്ടുണ്ടായിരുന്നു മുന്നേറ്റ നിരയിൽ. 34 മില്യൺ പൗണ്ടെന്ന് ലിയോണിൽ നിന്ന് എത്തിച്ചതാണ്. പിന്നെ ഐനൂറി വോൾസിൽ നിന്ന് 31 മില്യൺ പൗണ്ട് കൊടുത്ത് വാങ്ങിയ ലെഫ്റ്റ് ബാക്കാണ്. കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആവശ്യമുണ്ടായ ഒരു പൊസിഷൻ കൂടിയാണ് ലെഫ്റ്റ് ബാക്ക്. പിന്നെ സൈൻ ചെയ്തത് മാർക്കസ് ബെറ്റിനെല്ലി, ചെൽസിയിൽ നിന്നൊരു ബാക്കപ്പ് ഗോൾ കീപ്പറായിട്ട് എത്തിയതാണ്. വലിയ മേജർ സൈനിങ് ഒന്നല്ല. സ്വറേ നിപ്പാൻ 12.5 മില്യൺ പൗണ്ടിന് സൈൻ ചെയ്ത യുവതാരാണ് റോസൻബർഗിൽ നിന്ന് സ്വറേ നിപ്പാൻ. അപ്പോൾ ഇത്രയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഓൾറെഡി. എനിക്ക് തോന്നുന്നു നമുക്ക് മാമൂഷിനെ വേണമെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ആഡ് ചെയ്യുക. കാരണം മാമൂഷ് ജനുവരിയിൽ വന്നതാണ്. ഏകദേശം ഒരു പുതിയ സൈനിങ് ആയിട്ട് തന്നെ ഇപ്പം സ്റ്റിൽ അദ്ദേഹം കുറച്ച് മത്സരം പകുതി പ്രീമിയർ ലീഗ് മത്സരം കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു പുതിയ സൈനിങ് ആയിട്ടാണ് നമുക്ക് നോക്കാം. അതുകൂടാതെ റോഡ്രി കഴിഞ്ഞ സീസണിൽ തീരെ മത്സരം കളിക്കാതിരുന്നതാണ് പുള്ളിക്കാരൻ. അപ്പം പുള്ളിക്കാരൻ ഒരു പുതിയ സൈനിങ് പോലെ നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയിൽ അനുഭവപ്പെടും. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ വന്ന പ്ലെയേഴ്സൊക്കെ ഇതാണ്. ഇനി അവരെ ജെയിംസ് ട്രാഫോർഡ് ഗോൾ കീപ്പർ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. 27 മില്യൺ പൗണ്ടെന്ന് തിരികെ സൈൻ ചെയ്തതാണ് ബേൺലിയിൽ നിന്ന്. സിറ്റിയുടെ മുൻ അക്കാദമി ടീമിൽ ഉണ്ടായിരുന്ന പ്ലെയറാണ്. അവർ വിറ്റു, പിന്നെ ആദ്യം തിരിച്ച് വാങ്ങി. ഒരു റൂമേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ജൂൾസ് കൊണ്ടേനെ മിക്കവാറും പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് മറ്റൊരു റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ജൂൾസ് കൊണ്ടേ അത് വ്യക്തമായിട്ട് തിരസ്കരിച്ചു. ജൂൾസ് കൊണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2030 വരെ ബാഴ്സലോണയിൽ സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ. അപ്പോൾ എന്തായാലും ജൂൾസ് കൊണ്ടേ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വരാനുള്ള റൂമേഴ്സ് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാം. ഇപ്പം നമുക്ക് രണ്ടാമത് ആഴ്സണലിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ആഴ്സണലും ഏകദേശം ട്രാൻസ്ഫറൊക്കെ സെറ്റാക്കി വെച്ചൊരു ടീമാണ്. അപ്പോൾ ആഴ്സണലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിങ് എന്ന് പറയുന്നത് വിക്ടർ ഗോയ്ക്കറാസ് ആണ്. 64 മില്യൺ പൗണ്ടെന്ന് സൈൻ ചെയ്തതാണ്. സ്ട്രൈക്കറാണ്. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആഴ്സണലിന് ക്രിയേറ്റിവിറ്റിയും ഡിഫൻസ് സൂപ്പറായിരുന്നു. ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു വിങ് എന്നായാലും മിഡ്ഫീൽഡിൽ നിന്നായാലും. പക്ഷേ അത് ഗോളടിക്കാൻ പറ്റിയ ഒരു സ്ട്രൈക്കർ ആഴ്സണലിൻ്റെ നിരയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു വിടവ് നികത്തുന്ന ഒരു സൈനിങ് ആണ് വിക്ടർ ഗോയ്ക്കറസ്. ആഴ്സണലിൻ്റെ ഫാൻസ് ടീം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയൊരു സൈനിങ് ആണത്. ഗോയ്ക്കറസിന് ഒരു 15 മുതൽ 20 ഗോൾ ഈ ഒരു ലീഗിൽ അടിക്കാൻ പറ്റിയാൽ ആഴ്സണലിനെ പിന്നെ ബാക്കി ടീമിനെ പിടിച്ചു കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ സൈൻ ചെയ്തതാണ് നോനി മധുവയ്ക്ക. 52 മില്യൺ പൗണ്ടെന്ന് ചെൽസിയിൽ നിന്ന് വന്നതാണ്. പക്ഷേ മധുവയ്ക്ക് 52 മില്യൺ കൊടുക്കണം, അത് കുറച്ച് ഓവറാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 52 മില്യൻ്റെ ഒരു പ്ലെയർ അല്ല മധുവയ്ക്ക്. ഓക്കെ, ഒരു 30-35 മില്യണിലൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ മധുവയ്ക്ക് എങ്ങനെ മധുവയ്ക്കനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും ആ ഒരു 52 മില്യൺ വർത്താണോ അല്ലയോ എന്ന് നമുക്ക് ഈ ഒരു സീസണിൽ മനസ്സിലാവും. പിന്നെ അരിസബലാഗന 5 മില്യൺ പൗണ്ടെന്ന്, അതൊരു നല്ല ബാക്കപ്പാണ്. റയക്ക് നല്ല ബാക്കപ്പായുള്ള എക്സ്പീരിയൻസ് ഗോൾ കീപ്പറാണ്. അപ്പം ആ ഒരു 5 മില്യൺ പൗണ്ടിന് നല്ല വർത്തായിട്ടുള്ള ഒരു സൈനിങ് ആണത്. മാർട്ടിൻ സുബിമെൻഡി 60 മില്യൺ പൗണ്ടെന്ന് മധ്യനിരയിലേക്ക് സൈൻ ചെയ്തതാണ്. നമുക്കെല്ലാവർക്കും അറിയാം ലിവർപൂൾ നോക്കി വെച്ച ഒരു മധ്യനിര താരായിരുന്നു കഴിഞ്ഞ സീസണിൽ. ഒരുപാട് ലിവർപൂൾ പിറകെ പോയതാണ്, പക്ഷെ പുള്ളിക്കാരൻ സൈൻ ചെയ്തില്ല. ഇപ്പം അവർ ആഴ്സണലിന് സൈൻ ചെയ്തു. അറിയാം അവർ സ്പെയിൻ കണക്ഷൻ അതെല്ലാം വെച്ച് ഓക്കെ, നമുക്ക് ലിവർപൂൾ ഫാൻസിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇപ്രാവശ്യം. സുബിമെൻഡി നല്ല അഡീഷനാണ് മധ്യനിരയിൽ. മിക്കവാറും റൈസ്, ഒഡഗാർഡ്, സുബിമെൻഡി ആയിരിക്കും സ്റ്റാർട്ടിംഗ് 11 വരാൻ സാധ്യത കൂടുതൽ. പക്ഷേ റൈസും സുബിമെൻഡിയും കുറച്ച്
ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. സുബിമെൻഡി ആയിരിക്കും മിക്കവാറും ഡിഫെൻസീവ് മിഡ്ഫീൽഡ് കളിക്കൽ. റൈസ് കുറച്ച് അഡ്വാൻസ് ആയിരിക്കും, മേ ബി നമ്പർ 8 ആയിരിക്കും. മാർട്ടിൻ ഓഡെഗാർഡ് നമ്പർ 10 ആയിരിക്കും. പക്ഷെ എന്നാലും അവർ രണ്ടുപേരും ചെറിയൊരു ഡിഫെൻസീവ് മൈൻഡുള്ള പ്ലെയർ ആയതുകൊണ്ട് അവരെങ്ങനെ ഒത്തിണക്കത്തോടെ കളിക്കും എന്നതിനനുസരിച്ചിരിക്കും ആഴ്സണലിൻ്റെ മധ്യനിരയിലെ ക്രിയേറ്റിവിറ്റി. പിന്നെ ക്രിസ്ത്യൻ നോട്ട്ഗാർഡ് 12 മില്യൺ പൗണ്ടിൽ നിന്ന് ബ്രെൻഫോർഡിൽ നിന്ന് സൈൻ ചെയ്തതാണ്. നല്ല സ്ക്വാഡ് പ്ലെയറാണ്, 12 മില്യന് വർത്താണ്. ക്രിസ്ത്യൻ മോസ്കോറ 17 മില്യന് സൈൻ ചെയ്ത യങ് പ്രതിരോധ നിരക്കാരനാണ്. ഫസ്റ്റ് 11 വരുമോ? ഫസ്റ്റ് 11 എന്തായാലും വരില്ല, പക്ഷേ എന്നാലും ഫസ്റ്റ് ടീമിൻ്റെ അപ്പുറം ഉണ്ടാവും മിക്കവാറും. പിന്നെ കപ്പ് മത്സരങ്ങളിലൊക്കെ ആയിരിക്കും മിക്കവാറും ആഴ്സണലിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തൽ. പിന്നെ ആഴ്സണലിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു അഭ്യൂഹം എന്ന് പറയുന്നത് എബ്രാച്ചി എസ് എ ആണ്, ക്രിസ്റ്റൽ പാലസിൽ നിന്നും. എസ് എനെ ആഴ്സണലിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് വിങ്ങിൽ മാർട്ടിനെല്ലിനെ പിടിച്ച് പുറത്താക്കിയിട്ട് അവിടെ എസ് എനെ പിടിച്ചിട്ട് ഗോയ്ക്രസ് ഫ്രണ്ടിൽ നിന്ന് ഒരു 15 മുതൽ 20 ഗോള് ലീഗിൽ മാത്രം അടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സീസണിൽ ആഴ്സണൽ പിടിച്ച് കെട്ടാൻ ലിവർപൂളിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ചെൽസിക്കും കുറച്ച് പേർക്കേണ്ടി വരും മിക്കവാറും. അപ്പം എസ് എന എങ്ങനെയെങ്കിലും ആഴ്സണലിന് എടുക്കാൻ പറ്റിയാൽ അതൊരു നല്ല സൈനിങ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു മാർട്ടിനെല്ലിനേക്കാളും ബെറ്റർ പ്ലെയറാണ് എസ് എ. സോ ഞാൻ മാർട്ടിനെല്ലിയുടെ വലിയ ഫാനൊന്നുമല്ല. മാർട്ടിനെല്ലി ചില മത്സരത്തിലൊക്കെ ഇങ്ങനെ കണ്ണുപൊട്ടിയ 2 ബോളെടുത്ത് പായുന്ന കണക്ക് ഒരുപാട് പായുന്നല്ലാണ്ട് ആ ലെഫ്റ്റ് വിങ്ങിൽ ഔട്ട്പുട്ട് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലേക്ക് എസ് എനെ കൊണ്ടുവന്നാൽ ബെറ്റർ ആയിരിക്കും. ഒരുപക്ഷെ എസ് എ നമ്പർ 10 പൊസിഷനിലായിരിക്കും ക്രിസ്റ്റൽ പാലസിലൊക്കെ കുറച്ച് മത്സരങ്ങൾ നല്ല മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായാലും. പക്ഷേ ആ ഒരു നമ്പർ 10 പൊസിഷൻ ആഴ്സണലിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പം കുറച്ചും കൂടി ബെറ്റർ പൊസിഷൻ എന്ന് പറയുന്നത് ആഴ്സണലിൽ ഇപ്പം റീഇൻഫോഴ്സ് ചെയ്യേണ്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ് ആണ്. അറിയാലോ മാർട്ടിനെല്ലി. എസ് എയും കൂടി എത്തിക്കഴിഞ്ഞാൽ ആഴ്സണൽ സെറ്റ് എന്ന് പറഞ്ഞാൽ കട്ട സെറ്റായിരിക്കും. നമുക്കിനി ചെൽസിയിലേക്ക് പോവാം. ചെൽസി ആദ്യം സൈൻ ചെയ്തത് ലിയാം ഡെലാപ്പിനെയാണ്. 30 മില്യൺ പൗണ്ടിൽ നിന്ന് ഇപ്സിച്ച് ടൗണിൽ നിന്ന് സൈൻ ചെയ്ത യങ് സ്ട്രൈക്കറാണ്. അപ്പം ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ടായിരുന്നു, ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്, നല്ല സൈനിങ് ആണ്. രണ്ടാമത് ഡാരിയോ എസൂഗോ 18.5 മില്യൺ പൗണ്ടിൽ സൈൻ ചെയ്തതാണ്. മധ്യനിരയിലെ ഒരു പ്ലെയറാണ്, യങ് പ്ലെയറാണ്. എസ്തവാവോ വില്യൻ, അതായത് ബ്രസീലിലെ യുവ പ്ലെയറാണ്. ചെൽസിയുടെ ഒരു കാര്യമാണ്, ചെൽസി ഇപ്പം സൈൻ ചെയ്ത ഏകദേശം എല്ലാ പ്ലെയേഴ്സും നല്ല യങ് പ്ലെയേഴ്സാണ്, അത് നല്ല കാലിബറിലെ പ്ലെയേഴ്സും കൂടിയാണ്. ജാവോ പെഡ്രോ 60 മില്യൺ പൗണ്ടിൽ നിന്ന് ബ്രൈറ്റനിൽ നിന്ന് എത്തിയാണ്. ജാവോ പെഡ്രോനെ നമുക്ക് വേണമെങ്കിൽ സ്ട്രൈക്കർ പൊസിഷനിലും കളിപ്പിക്കാം, അല്ലെങ്കിൽ കുറച്ച് മധ്യനിരയിൽ കുറച്ച് ഇറക്കിയുള്ളൊരു പൊസിഷനിലും കളിപ്പിക്കാൻ പറ്റുന്ന ഒരു യൂട്ടിലിറ്റി പ്ലെയറാണ് ജാവോ പെഡ്രോ. പിന്നെ അടുത്ത ഒരു മേജർ സൈനിങ് എന്ന് പറയുന്നത്, ഒരു നല്ല എക്സൈറ്റഡ് സൈനിങ് എന്ന് പറയുന്നത് ഡോട്ട്മുണ്ടിൽ നിന്ന് വരുന്ന ജാമി ഗിറ്റൻസ് ആണ്. 55 മില്യൺ പൗണ്ടിൽ നിന്ന് ഡോട്ട്മുണ്ടിൽ നിന്ന് എത്തിച്ചാണ്. നല്ല സ്പീഡുള്ള വിങ്ങറാണ് ജാമി ഗിറ്റൻസ്. അപ്പം ചെൽസിയുടെ ആക്രമണങ്ങൾക്ക് നല്ല ശക്തി നൽകുന്ന ഒരു സൈനിങ് ആണത്. അതുപോലെ കഴിഞ്ഞ സീസണിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യത്തെ പകുതി ഹാഫിൽ ചെൽസി ലിവർപൂളിനും ആഴ്സണലിനും നെക്ക് ടു നെക്കായിരുന്നു പോയിന്റും മത്സരം ജയിക്കലും എല്ലാം. ഫസ്റ്റത്തെ ആ ഒരു തുടക്കത്തിൽ ഏകദേശം എല്ലാ മത്സരവും ചെൽസി ഇങ്ങനെ ജയിച്ചിങ്ങനെ കയറിയായിരുന്നു. പക്ഷെ പാമറിന് ഏതെങ്കിലും മത്സരത്തിന് തിളങ്ങാൻ പോവാതെ പറ്റിയാൽ, ഒരു ഗോളോ അസിസ്റ്റോ നൽകാൻ പറ്റിയില്ലെങ്കിൽ ചെൽസി ഗോളടിക്കാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് സെക്കൻഡ് ഹാഫിൽ സംഭവിച്ചത്. കഴിഞ്ഞ സീസണിൽ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് മത്സരങ്ങൾ സമനിലയും തോൽവിയൊക്കെ വാങ്ങിയതുകൊണ്ടാണ് ചെൽസി ആ ഒരു ടോപ്പ് പൊസിഷനിൽ താഴോട്ട് ഇറങ്ങാൻ കാരണം. അപ്പം അത് മറികടക്കാനാണ് ഈ ഒരു സീസണിൽ അവർ ഡെലാപ്പിനെയും പെഡ്രോനെയും മെയിനായിട്ട് സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് സൈൻ ചെയ്തത്. പിന്നെ അവർ സൈൻ ചെയ്തതാണ് കെൻട്രി പാസ്. അത് ഈ മാസം മെയ്യിൽ 18 വയസ്സ് തികഞ്ഞത് കൊണ്ട് പുള്ളിക്കാരനെ ഡയറക്റ്റ് ഫസ്റ്റ് ടീമിലേക്ക് കളിപ്പിക്കാൻ പറ്റും. ഇക്വഡോറിൻ്റെ യുവതാരമാണ്. പിന്നെ മമാദു സാർ 12 മില്യൺ പൗണ്ടിന് സൈൻ ചെയ്തതാണ്, ഒരു പ്രതിരോധത്തിലെ യങ് പ്ലെയറാണ്. ജാറൽ ഹെറ്റോ കഴിഞ്ഞ ദിവസം 42.3 മില്യൺ പൗണ്ടിൽ നിന്ന് അയാക്സിൽ നിന്ന് സൈൻ ചെയ്തതാണ്. എനിക്ക് ജാറൽ ഹെറ്റോന ലിവർപൂളിൻ്റെ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. നല്ല കഴിവില്ല, നല്ല കാലിബറിലുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ ചെൽസി ഓൾറെഡി സൈൻ ചെയ്തു. 7 വർഷത്തെ കരാറാണ് സൈൻ ചെയ്തത്. 2032 വരെയാണെന്ന് തോന്നുന്നു. പിന്നെ പ്ലസ് 1 വർഷത്തെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് പുള്ളിക്കാരൻ്റെ. പിന്നെ ചെൽസിയുടെ ഏറ്റവും വലിയ റൂമേഴ്സ് എന്ന് പറയുന്നത് സാവി സിമൻസ് ആണ്, RB ലൈപ്സിഗിൽ നിന്ന്. അപ്പം സാവി സിമൻസും
ജാറൽ ഹെറ്റ് ഒരുമിച്ച് ചെൽസിയിലേക്ക് വരുമെന്ന റൂമേഴ്സ് ഉണ്ടായിരുന്നു. സാവി സിമൻസിന് ചെൽസിയിലേക്ക് വരാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷെ അത് ടോക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ജാവോ ഫെലിക്സിനെ വിറ്റ പൈസ കൊണ്ട് സാവി സിമൻസിനെ വാങ്ങാൻ ചെൽസിക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. നല്ല പ്ലെയറാണ്, നല്ല കാലിബറിലെ പ്ലെയറാണ്. അപ്പോൾ അതും കൂടി കിട്ടിയാൽ ചെൽസി കഴിഞ്ഞ സീസണിൽ, അതിൻ്റെ മുന്നത്തെ സീസണിലും ഈ സീസണിലെല്ലാം ഒരുപാട് യങ് പ്ലെയേഴ്സിനെ ഇങ്ങനെ 5, 8 വർഷം 10 വർഷത്തേക്കെല്ലാം കരാറിൽ സൈൻ ചെയ്യുന്നുണ്ട്. ചെൽസിയുടെ കോച്ച് എങ്ങനെയാണ് ഇവരൊക്കെ മോൾഡ് ചെയ്തെടുക്കുന്നത് നോക്കാം. പിന്നെ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആദ്യം സൈൻ ചെയ്തത് മാത്യൂസ് കുനിയനാണ്. 62.5 മില്യൺ പൗണ്ടിന് മാഞ്ചസ്റ്റർ വോൾഫ്സ് എത്തിച്ച പ്ലെയറാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നല്ല പ്ലെയറാണ്. കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയ പ്രീമിയർ ലീഗ് സ്റ്റാർസിൽ ടോപ്പ് 5 വരുന്ന ഒരു പ്ലെയറാണ് മാത്യൂസ് കൂന ആക്രമണ നിരയിൽ. അപ്പോൾ അതൊരു നല്ല അഡീഷനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ. രണ്ടാമത് ബ്രയാൻ എംബുമോ 71 മില്യൺ പൗണ്ടിൽ നിന്ന് ബ്രെൻഫോർഡിൽ നിന്ന് എത്തിച്ചാണ്. അതും ആക്രമണ നിരയിലേക്ക് ഒരു നല്ല അഡീഷനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു 15ലധികം ഗോള് അടിച്ചു കയറ്റിയ പ്ലെയറാണ് എംബുമോ. പിന്നെ ഒരു സൈനിങ് എന്നാൽ ഡിയാഗോ ലിയോണാണ്. 3 മില്യൺ പൗണ്ടിൽ നിന്ന് സൈൻ ചെയ്ത ഒരു യങ് പ്ലെയറാണ്. അപ്പം ഇവർ പിന്നെ ഹാർലി എംസൺ ജെയിംസ് സതാംപ്ടണിൽ നിന്ന് 1 മില്യൺ പൗണ്ടിന് സൈൻ ചെയ്ത ഈ 2 പേരും യുവതാരങ്ങളാണ്. അപ്പം മെയിനായിട്ട് അവർ ഫസ്റ്റ് 11 ഉണ്ടാകാൻ സാധ്യതയില്ല. ഫസ്റ്റ് 11ലേക്ക് യുണൈറ്റഡ് സൈൻ ചെയ്തത് 2 മെയിൻ പ്ലെയറാണ്, എംബുമോവും മാത്യൂസ് കുനിയും. അഭ്യൂഹം അല്ലെങ്കിൽ റൂമർ എന്ന് പറയുന്നത് സെസ്കോ ആണ്. അപ്പോൾ സെസ്കോക്ക് യുണൈറ്റഡിലേക്ക് വരണമെന്നുണ്ട്, യുണൈറ്റഡിന് സെസ്കോനെ വാങ്ങണമെന്നുണ്ട്. അപ്പം രണ്ടും എന്താ പറയുക, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം ബെഞ്ചമിൻ സെസ്കോയുമായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെത്. അപ്പോൾ അത് RB ലൈപ്സിഗ് എത്രത്തോളം പൈസ ചോദിക്കുന്നു അതിനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും മിക്കവാറും സെസ്കോനെ സൈൻ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടാതെ സെസ്കോക്ക് പിറകിൽ ന്യൂകാസിൽ യുണൈറ്റഡ് ഉണ്ട്, അതറിയാം. പക്ഷേ ന്യൂകാസിൽ യുണൈറ്റഡിലേക്ക് പോകാൻ സെസ്കോക്ക് താല്പര്യമില്ല. അപ്പോൾ മിക്കവാറും സെസ്കോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു റൂമേഴ്സ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ജിയാൻ ലൂയിജി ഡൊണ്ണറുമ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു റൂമേഴ്സ് 2 ദിവസം മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഡൊണ്ണറുമയ്ക്ക് പിറകെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും ഒരു ഓഫറും കൊടുത്തിട്ടില്ല, അവർ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായും ആ റൂമേഴ്സ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നിക്കോളസ് ജാക്സനെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് ചെൽസിയിൽ നിന്ന്. പക്ഷേ യുണൈറ്റഡ് പറയുന്നത് നിക്കോളസ് ജാക്സന് ചെൽസി ആവശ്യപ്പെടുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കൊടുക്കാൻ പറ്റുന്നതിലും കൂടുതലാണ്, വളരെ കൂടുതലാണെന്നാണ്. ആ ഒരു ചെൽസി അതിൽ നിന്നും കുറച്ച് അയ്യുന്നില്ല, പ്രൈസിൽ കുറച്ച് ഇളവൊന്നും വരുത്തുന്നില്ലെങ്കിൽ ആ ഒരു ഡീല് നടക്കാൻ സാധ്യത തീരെയില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നോക്കുന്ന ഒരു പ്ലെയർ അല്ല നിക്കോളസ് ജാക്സൺ. നിക്കോളസ് ജാക്സൺ ഒരു ബാക്കപ്പ്, സെസ്കോനെ കിട്ടിയില്ലെങ്കിൽ ഒരു ബാക്കപ്പിൽ നോക്കുന്ന പ്ലെയറാണ്. അപ്പം മിക്കവാറും സെസ്കോയുടെ ഡീല് നടക്കാനാണ് സാധ്യത. പിന്നെ അബ്ദുള്ള ഒസാനെ, അയാക്സിൻ്റെ യുവ പ്രതിഭയിൽ യുണൈറ്റഡിന് താല്പര്യമുണ്ട്. അത് ഭാവി നിക്ഷേപമായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും സൈൻ ചെയ്യാൻ സാധ്യതയില്ല, ഒരു താല്പര്യമുണ്ട്. അതേപോലെ വലൻഷ്യയുടെ ജാവി ഗുറേറ, ഇപ്പോൾ സ്പാനിഷ് മിഡ്ഫീൽഡറാണ്. അതുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താല്പര്യമുണ്ട് എന്ന് അറിയിച്ചത് കൊണ്ട് പുള്ളിക്കാരൻ വലൻഷ്യയുടെ പുതിയ കരാർ നിരസിച്ചിട്ടുണ്ട്. അപ്പം ഈ സീസണിൽ സൈൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അറിയില്ല എങ്ങനെയായിരിക്കും, അത് ഡിപ്പെൻഡ്സ് ഓൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനാണ്. ഇപ്പോൾ ഈ സീസൺ സൈൻ ചെയ്തില്ലെങ്കിൽ അടുത്ത സീസണിൽ മിക്കവാറും പുള്ളിക്കാരൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരും. കാരണം വലൻസിയർ ഓൾറെഡി കരാർ നിരസിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോളിന്. അപ്പോൾ പുറത്തേക്ക് പോയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാർക്കസ് റാഷ്ഫോർഡാണ്. ലോണിൽ ബാഴ്സലോണയിലേക്ക് പോയി. മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ഭാഗ്യം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കാൻ പറ്റുന്നില്ല. പിന്നെ കിട്ടിയത് ബാഴ്സലോണ. അതൊക്കെ എന്താ പറയുക, ഒരു ഭാഗ്യം പോലെ ഇരിക്കുന്ന ഒരു പ്ലെയറാണ്. ഒരു നല്ല കാലിബർ ഉണ്ടായിരുന്ന പ്ലെയറാണ്, പക്ഷെ പുള്ളിക്കാരൻ തന്നെ എല്ലാം കളഞ്ഞു കുളിച്ചതാണ്. പിന്നെ പോയത് ക്രിസ്ത്യൻ എറിക്സൺ പോയി, ജോണി ഇവാൻസ് പോയി, വിക്ടർ ലിൻഡലോഫ് പോയി. എന്നിവരെല്ലാം അവരെ കരാറൊക്കെ മതിയാക്കിയിട്ട് പോയതാണ്. അപ്പോൾ അതൊന്നും വലിയ ഇത് ബാധിക്കാൻ സാധ്യതയില്ല. എല്ലാവരും ഓൾഡ് പ്ലെയേഴ്സാണ്, ഒരുപാട് വർഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ച പ്ലെയേഴ്സുമാണ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പുറത്തേക്ക് വിടാൻ താല്പര്യമുള്ള ഒരു പ്ലെയറാണ് ജേഡൻ സാൻഡോയ്ക്ക് വേണ്ടിയിട്ട് അധിക ക്ലബ്ബൊന്നും രംഗത്ത് വരാത്തത് കൊണ്ട് പുള്ളിക്കാരൻ്റെ പ്രൈസ് 17 മില്യൺ ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അങ്ങനെ പൈസ കുറച്ചിട്ടെങ്കിലും ഏതെങ്കിലും ടീം വരട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണുള്ളത്. വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ടീം ലോൺ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ബൈ ചെയ്യാനോ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും സാൻജോനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്താക്കുന്നതാണ്. ഇല്ലെങ്കിൽ അവർ അമോറിയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക്
ഏതെങ്കിലും സൂട്ടബിൾ ആയിട്ടുള്ള ക്ലബ്ബ് വന്നില്ലെങ്കിൽ അവരെ ടീമിലേക്ക് നിലനിർത്താൻ അല്ലെങ്കിൽ ടീമിൽ ഉൾപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ എൻ്റെ പ്ലെയേഴ്സാണെന്നൊക്കെ തട്ടിവിടുന്നുണ്ട്. പക്ഷേ അത് മനസ്സിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് പത്രപ്രവർത്തകരോട് ഇങ്ങനെ നല്ല രീതിയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ലിവർപൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ആദ്യം ട്രാൻസ്ഫർ ലീഗിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായത് ലിവർപൂളായിരുന്നു. ഏറ്റവും ആദ്യം പ്ലെയറെ സൈൻ ചെയ്യുന്ന ഇതും ലിവർപൂളായിരുന്നു. ഫ്ലോറിയൻ വിറ്റ്സിനെ സൈൻ ചെയ്ത് 116 മില്യൺ പൗണ്ട്സ് ആഡ്സോണെല്ലാം കൂടിയിട്ട്. അതായിരുന്നു ഏറ്റവും നല്ല സ്റ്റേറ്റ്മെൻറ്റ് സൈനിങ് എന്ന് പറയുന്നത്. അതുകൂടാതെ ജെറമി ഫ്രിങ്പോങ്ങിനെ 30 മില്യൺ പൗണ്ടിന് റൈറ്റ് ബാക്ക് പൊസിഷനിൽ ബയർ ലെവർകൂസനിൽ നിന്ന് സൈൻ ചെയ്തു. മിലോസ് കെർക്കസിനെ 40 മില്യൺ പൗണ്ടിൽ നിന്ന് ബോൺമൗത്തിൽ നിന്ന് ലെഫ്റ്റ് ബാക്കിലേക്ക് സൈൻ ചെയ്തു. ലിവർപൂളിന് ആവശ്യമുണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട പൊസിഷനായിരുന്നു നമ്പർ 10 പൊസിഷനും ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും. ആ 3 പൊസിഷനിലേക്ക് ലിവർപൂൾ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയ സമയത്ത് തന്നെ സൈൻ ചെയ്ത് ഡീൽ ഡണ്ണാക്കിയതാണ്. പിന്നെ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ഹ്യൂഗോ എക്കിറ്റിക്കേന 79 മില്യൺ പൗണ്ടിൽ നിന്നാണ് ഇൻട്രാക്ട് ഫ്രാങ്ക്ഫോർട്ടിൽ നിന്ന് സൈൻ ചെയ്തത്. ഒരു നല്ല ടോളായിട്ടുള്ള പേരാണ്. നമുക്ക് എങ്ങനെ നോക്കാം പ്രീമിയർ ലീഗിലെ ബാക്കിയുള്ള ഡിഫൻഡറുമായിട്ട് എത്രത്തോളം ആ ഒരു കളി എങ്ങനെ പുള്ളിക്കാരൻ്റെ ഫിസിക്കാലിറ്റി ഒക്കെ ഒത്തുപോകുമെന്ന് നോക്കാം. അത് പ്രീമിയർ ലീഗ് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൂടാതെ ഫ്രെഡി വുഡ്മാൻ ഒരു ബാക്കപ്പ് ഗോൾ കീപ്പറാണ്. ഇപ്പം ഫ്രീ ട്രാൻസ്ഫറാണ്. അപ്പോൾ നമുക്കറിയാം കെല്ലർ പോയി. അപ്പോൾ നമുക്കൊരു മൂന്നാമതൊരു ഗോൾ കീപ്പറെ ആവശ്യമുണ്ട്. മുഹമ്മദ് ആഷ്വൽ പുള്ളിക്കാരനെ ഓൾറെഡി സൈൻ ചെയ്തതാണ്. പക്ഷേ ഈ ഒരു സീസണിൽ മാത്രം ലിവർപൂളിൽ കളിക്കാൻ വേണ്ടി വന്നത്. കഴിഞ്ഞ സീസണിൽ ഇത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം റൈറ്റിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു 17 വയസ്സുകാരൻ. 17 മില്യണോ എനിക്ക് മറന്നുപോയി, അത് എനിക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു യങ് പ്ലെയറെ ആഴ്സണലിലും നോക്കിയിട്ടുണ്ടായിരുന്നു സാൽഫോർഡ് സിറ്റിയിൽ നിന്ന്. പക്ഷേ ആഴ്സണലിന് കിട്ടിയില്ല, ലിവർപൂളിലേക്കാണ് സൈൻ ചെയ്തത്. അപ്പോൾ ഇതാണ് ലിവർപൂളിലെ സൈൻ ചെയ്തതായിട്ടുള്ള ഇത്. പിന്നെ നമുക്കറിയാം ലിവർപൂളിൽ നിന്ന് പുറത്തു പോയി ലൂയിസ് ഡിയാസ് പുറത്തേക്ക് പോയി, ക്വാൻസ പുറത്തേക്ക് പോയി. അപ്പോൾ 2-3 പ്ലെയേഴ്സും ലിവർപൂളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് ഓക്കെ, നോ പ്രോബ്ലം. അപ്പം നമുക്ക് ലിവർപൂളിൽ നിന്ന് അലക്സാണ്ടർ ആർണോൾഡ് പുറത്ത് വരുന്നുണ്ട് 10 മില്യൺ, അത് ആഡ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ലിവർപൂളിൻ്റെ ഏറ്റവും വലിയ മെയിൻ റൂമർ എന്ന് പറയുന്നത് അലക്സാണ്ടർ ഐസക്കാണ്. ലിവർപൂളിലേക്ക് വരാൻ പുള്ളിക്കാരന് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ക്ലബിനുമായിട്ടുള്ള ടേംസ് എഗ്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എന്താ പറയേണ്ടത്, ഒരു FA റൂള് പ്രകാരം പാരൻ്റ് ക്ലബ്ബുമായിട്ട് സമ്മതം വാങ്ങാതെ അവരൊരു പ്ലെയറെ വേറൊരു ടീം നേരിട്ട് കണ്ട് ഇതേപോലെ പേഴ്സണൽ ടേംസൊക്കെ എഗ്രി ചെയ്യുന്നത് FA റൂൾസിനെതിരാണെന്ന് പറഞ്ഞ് ന്യൂക്കാസിൽ അതിനെതിരെ നിയമപരമായിട്ട് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ന്യൂക്കാസിലിന് അതേപോലെ സെസ്കോൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ട്രൈക്കറെ കിട്ടിയില്ലെങ്കിൽ ലിവർപൂളിന് ഐസക്കിനെ സൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ന്യൂക്കാസിലിനെ അറിയാം, അവർക്ക് എക്കിറ്റിക്കനെ നോക്കിയായിരുന്നു, എക്കിറ്റിക്കനെ കിട്ടിയില്ല. അതിനുശേഷം സെസ്കോനെ നോക്കി. ഇപ്പോൾ സെസ്കോ മിക്കവാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 സ്ട്രൈക്കർ അവർ നോക്കി, 2ഉം കിട്ടിയില്ല. അങ്ങനെ സ്ട്രൈക്കർ ആ പൊസിഷനിൽ വേറൊരു പ്ലെയർ അവർക്ക് സൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെ മെയിൻ സ്ട്രൈക്കറെ ലിവർപൂളിന് കൊടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് എത്രത്തോളം ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളം എളുപ്പമായിരിക്കും ലിവർപൂളിന് ഐസക്കിനെ സൈൻ ചെയ്യാനെന്നത്. ആ ഒരു റൂമർ വളരെ ശക്തമാണ്. ലിവർപൂളിൻ്റെ മെയിൻ ടാർഗറ്റ് ഇപ്പോഴും ഐസക്ക് തന്നെയാണ്. അതുകൂടാതെ ലിവർപൂളിൻ്റെ റൂമറിൽ രണ്ടാമത്തതാണ് സെൻട്രൽ ബാക്ക് എന്ന് പറയുന്നത് ഗുഹൈ. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഹയും ക്രിസ്റ്റൽ പാലസിൻ്റെ ആ ഒരു പൈസയുടെ ഒരു ചെറിയ പ്രശ്നമാണ്. അവർ 50 മില്യണിൽ കുറഞ്ഞ് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു കടുംപിടുത്തത്തിലായുള്ളത്. പക്ഷേ ലിവർപൂളിന് ഒരു വർഷം മാത്രം കരാർ അവസാനിക്കാൻ ബാക്കിയുള്ളൊരു പ്ലെയറിന് 50 മില്യൺ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഓവർ പ്രൈസാണ്. 30 മില്യണിലാണെങ്കിൽ ഓക്കെ ലിവർപൂൾ, പക്ഷേ 50 മില്യൺ കുറച്ച് ഓവറാണെന്ന് പറഞ്ഞ് 2 പേരും ഇങ്ങനെ ഒന്നും അയ്യാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. അത് ക്രിസ്റ്റൽ പാലസ് കുറച്ച് അഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് കുറച്ച് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിവർപൂൾ എന്തായാലും ഒരു സെൻട്രൽ ബാക്കിലേക്ക് സൈൻ ചെയ്യും. പിന്നെ ലിവർപൂളിന് മെയിനായിട്ടുള്ള അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ റൂമേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ ഈ രണ്ട് റൂമേഴ്സാണ് ലിവർപൂളിൻ്റെ ഉള്ളത്. മിക്കവാറും ഐസക്ക് സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ ഗുഹൈനെയും സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. 5 ടീമുകളെ മെയിനായിട്ടുള്ള 5 ടീമുകളെ ട്രാൻസ്ഫർ വിൻഡോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നോക്കിക്കഴിയുമ്പം ടോപ്പ് 4 എല്ലാ 4 ടീമും ഒരുപാട് പ്ലെയേഴ്സിനെ സൈൻ ചെയ്ത് ഏകദേശം എല്ലാ പൊസിഷനും സ്ട്രെങ്ത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന ഒരു സീസൺ ഒരു നല്ല കട്ടക്കുള്ള ഒരു സീസൺ ആയിരിക്കും. ആരായിരിക്കും കപ്പടിക്കുക എന്ന് ഇപ്പം പ്രവചിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം
ആഴ്സണൽ രണ്ടാം സ്ഥാനത്ത് വന്ന് അവർ നല്ല പ്ലെയേഴ്സിനെ സൈൻ ചെയ്തു, അവരെ മെയിൻ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് ഒരു നല്ല പ്ലെയേഴ്സിനെ സൈൻ ചെയ്തു. അതേപോലെ ലിവർപൂൾ ചാമ്പ്യന്മാരാണ്, അവരെ മെയിനായിട്ടുള്ള വീക്ക് പോയിന്റ് ഉണ്ടായിരുന്ന 2 ബാക്ക് പൊസിഷനും സൈൻ ചെയ്തു, മെയിനായിട്ടുള്ള നമ്പർ 10 സൈൻ ചെയ്തു. അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റി അവർ മിഡ്ഫീൽഡിലേക്ക് സൈൻ ചെയ്തു, അവർ സ്ട്രൈക്കറെ സൈൻ ചെയ്തു. അതുകൂടാതെ റോഡ്രി തിരിച്ചു വരുന്നു. അതുപോലെ ചെൽസിക്കാണെങ്കിൽ ചെൽസിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്ന സ്ട്രൈക്കിംഗ് പൊസിഷനിലാണ്, അതിൽ 2 പേരെ സൈൻ ചെയ്തു, പെഡ്രോനെയും ഡെലാപ്പിനെയും. അതുകൂടാതെ 3 യങ് ടാലൻറ്റഡ്, അതായത് യങ് അപ്കമിങ് ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ മധ്യനിരയിലേക്ക് സൈൻ ചെയ്തു. അപ്പോൾ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രാൻസ്ഫർ വിൻഡോ ഇത്രയും ആക്റ്റീവായി, പ്രീമിയർ ലീഗിൽ ഇത്രയും ആക്റ്റീവായ ഒരു ട്രാൻസ്ഫർ വിൻഡോ ആണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അപ്പോൾ ഏത് ടീമാണ് ട്രാൻസ്ഫർ വിൻഡോയിൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ ആസ് ഓഫ് നൗ ഇപ്പോൾ ലിവർപൂൾ ഐസക്കിനെ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വരുന്ന ആഴ്ചയിൽ ലിവർപൂളാണ് ട്രാൻസ്ഫർ വിൻഡോ തൂക്കിയെന്ന് നമുക്ക് ഉറപ്പായാലും പറയാം. പക്ഷേ ലിവർപൂൾ ഐസക്കിനെ സൈൻ ചെയ്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആസ് ഓഫ് നൗ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെക്ക് ടു നെക്ക് ആഴ്സണലും ലിവർപൂളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.